ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് നമ്മള് ഹരിനാമ കീർത്തനത്തിലെ 25-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടനൻ മൂന്നുമേഴുമത ചൊവ്വോട് അഞ്ചുമഭിരണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥഹരിനാരായണായ നമാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊരു മാത്തമാറ്റിക്സിലെ ഒരു കണക്കല്ലേ, അയ്യഞ്ചും അഞ്ച്, അയ്യഞ്ച് 25. അത് ശരിയാണ്, ഇതൊരു കണക്കാണ്. അപ്പൊ നമുക്കറിയാം ആ മഹത്തത്വം, അതായത് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തതായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഇൻഗ്രീഡിയൻസ് കൊടുത്തതില് ആ, നമുക്കറിയാം ആ, നമ്മളുടെ പഞ്ചഭൂതങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, അവ്യക്ത പ്രകൃതി, പിന്നെ അടുത്തത് അവസാനമായിട്ട് ആ, പിന്നെ ജീവാത്മാവ്, പരമാത്മാവ്, അങ്ങനെ 25, 26 അങ്ങനെയാണ് ആ ആ ഒരു സൃഷ്ടിയുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ബ്രഹ്മദേവന് കിട്ടിയത് ഭഗവാനിൽ നിന്ന്. അങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങിയത്. അപ്പം അതിന്റെ ഉപവിഭാഗങ്ങളുമായിട്ട് ചേർത്തിട്ട് 96 തത്വങ്ങൾ ചേർന്നിട്ടാണ് ആ മഹത്തത്വം എന്ന് പറയുന്നത്. മഹത്തത്വം അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ആ 96 തത്വങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഓരോ ഈ പറഞ്ഞതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിന്റെ ഉപവിഭാഗങ്ങളുണ്ട്. അതെല്ലാം കൂടെ കൂടുന്ന ഒരു 96 തത്വം ആ, ഉണ്ട്. ആ തത്വത്തിന് അത് വെച്ചിട്ടാണ്, ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ആ സൃഷ്ടി എന്ന് പറഞ്ഞ ഒരു സംഭവം ബ്രഹ്മദേവൻ ചെയ്തത്. അപ്പൊ അതില് ആ, അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒരു ക്ലാസ്സിൽ ഉള്ളെടുക്കാം. ഈ 96 തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആ അത് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ആഹ് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, പിന്നെ ഒരു 11, പിന്നെ ഒരു 8, അതുപോലെ വീണ്ടും ഒരു 8, പിന്നെ 24, പിന്നെ 7, വേണ്ട പോലെ പിന്നെ ഒരു 5, ഒരു 3, അങ്ങനെ 96 തത്വങ്ങളിൽ നിറഞ്ഞു വർത്തിക്കുന്ന അല്ലയോ നാഥനായ ഹരിനാരായണ, അവിടത്തേക്ക് നമസ്കാരം. അപ്പൊ എല്ലാവരും എന്താണ് ഹരിനാരായണന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മളുടെ എല്ലാവരുടെയും സൃഷ്ടി നടത്തിയതും അതിന്റെ ഇൻഗ്രീഡിയൻസും എല്ലാം തന്നെ ഭഗവാനാണ് ബ്രഹ്മദേവന് കൊടുത്തത്. അതുകൊണ്ട് ആ പരംപിതാവായിട്ടുള്ള ആ പരമദിവ്യോത്തമ കൃഷ്ണനായിട്ട് നമസ്കാരം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേശ്യാം.